സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള ലഹരി വേട്ടകളിൽ പോലീസ് പിടികൂടിയ കോടികൾ വിലമതിക്കുന്ന മാരക ലഹരി വസ്തുക്കൾ കോടതി ഉത്തരവുകളുടെയും കർശന സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ നശിപ്പിച്ചു. കൊച്ചി സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലും കോഴിക്കോട് റൂറൽ ജില്ലയിലെ ലഹരി മരുന്നുകൾ ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിലുമാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ 8 മാസത്തിനിടെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി സൂക്ഷിച്ച മാരക ലഹരി വസ്തുക്കളാണ് സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കത്തിച്ചു നശിപ്പിച്ചത്. കോടതി നടപടികൾക്കായി ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ച ശേഷമാണ് ഇവ നശിപ്പിക്കാൻ മാറ്റിയത്. 587 കിലോഗ്രാം കഞ്ചാവ്, 2.46 കിലോ MDMA, 1 കിലോ ഹാഷിഷ് ഓയിൽ, ഹൈബ്രിഡ് കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, നൈട്രാസെപാം ടാബ്ലറ്റുകൾ തുടങ്ങിയവയാണ് നശിപ്പിച്ചത്. ഇവയ്ക്ക് വിപണിയിൽ ഏകദേശം 7.5 കോടി രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. ഇത് നമുക്ക് ഫസ്റ്റ് ബേണിംഗ് ആയിട്ട് ദെൻ ഇറ്റ് വിൽ ഗോ ത്രൂ ദ പ്രോസസ് ഓഫ് ഫിൽറ്ററിങ്. അതുകൊണ്ട് ഇതൊരു യാതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഫ്യൂംസോ ബാക്കി ഒന്നും വരില്ല. MDMA എല്ലാം ബേണിംഗ് ആണ്, എല്ലാം ബേണിംഗ് ആണ്. അല്ലെങ്കിൽ ഇത് കൊച്ചി സിറ്റി മാത്രം പിടികൂടിയതാണ്. ഇത് ഏകദേശം 1 ഇയർ 1.5 ഇയേഴ്സ് ഉള്ളത് കാണാം. ഇന്നും കുറച്ച് നമുക്കുണ്ട്. ഇന്നും ഏകദേശം കുറേ പ്രൊസീജിയർസിലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കോടതിയിലെ നടപടികൾ, കോടതിയുടെ സാമ്പിളൊക്കെ എടുത്ത് FSLയുടെ റിസൾട്ട് കിട്ടി, പിന്നെ കോടതിയുടെ അനുമതി കൂടി ചെയ്യാം. വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ തുറസായ സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിക്കുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ കൊച്ചി കോർപ്പറേഷന്റെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് കൊച്ചി മേയർ VK മിനിമോൾ, സിറ്റി പോലീസ് കമ്മീഷണർ, DCP, മറ്റുദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇവ ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് എത്തിച്ചു. 6 ഘട്ടങ്ങളിലായാണ് പ്ലാന്റിനുള്ളിൽ ലഹരി വസ്തുക്കൾ പൂർണ്ണമായും കത്തിച്ച് ചാരമാക്കിയത്. 30 മീറ്റർ നീളമുള്ള ചിമ്മിനി വഴിയാണ് പുക പുറത്തേക്ക് വിട്ടത്. ഇതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത് കത്തിച്ചാൽ പോലും നമുക്കിവിടെ ഈ പുക കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ഫിൽറ്റർ ചെയ്ത് പുകയിൽ നിന്ന് ഉള്ള ചെറിയ വിഷാംശങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും സേഫായിട്ടാണ് നമ്മളിത് കത്തിക്കുന്നത്. മാരക രാസലഹരിയായ MDMA കത്തിച്ച് നശിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ പ്ലാന്റിന്റെ മറ്റൊരു ഭാഗത്ത് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നശിപ്പിച്ചത്. 624-24 RV 11/24. സമാനമായ രീതിയിൽ കോഴിക്കോട് റൂറൽ ജില്ലയിലെ വിവിധ മയക്കുമരുന്ന് കേസുകളിൽ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളും ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി നശിപ്പിച്ചു. ജില്ലയിലെ 23 മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട 48.98 കിലോഗ്രാം കഞ്ചാവും 713.94 ഗ്രാം MDMAയും മെത്താഫെറ്റാമിനുമാണ് ഇവിടെ സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിച്ച് നശിപ്പിച്ചു കളഞ്ഞത്. രാസലഹരിയായ MDMA ഇവിടെയും വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നിർമ്മാർജ്ജനം ചെയ്തത്. ലഹരിക്കെതിരായ പോരാട്ടം വരും ദിവസങ്ങളിലും കർശനമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.